ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. UDF ആരോപിക്കുന്ന CPM BJP ബന്ധം അടിസ്ഥാനരഹിതമെന്ന് വൈസ് ചെയർമാൻ കെ രാജേഷ്. CPM BJP ബന്ധം ഒറ്റപ്പാലത്ത് സജീവമെന്ന UDF ആരോപണത്തെ തള്ളി CPM. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് UDF ആരോപിക്കുന്നതെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. ഇല്ലാകഥകൾ സ്വാഭാവികമായും പ്രചരിപ്പിക്കുകയാണ്. ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾക്ക് 17 പേരാണുള്ളത്. ചെയർപേഴ്സൺ വൈസ് ചെയർമാനും കഴിച്ചാൽ 19-ൽ 17 പേരാണ്. 17 പേരിൽ 4 വീതം ആളുകളെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കൊടുത്തു. ഒറ്റപ്പാലം നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്ഥിരം സമിതി BJPക്ക് ലഭിക്കുന്നത്. നിലവിൽ CPMന് 19 അംഗങ്ങളാണ് ഉള്ളത്. ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഒഴികെ ബാക്കി എല്ലാ അംഗങ്ങളെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടുണ്ടെന്നും CPMന് പരമാവധി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും രാജേഷ് വ്യക്തമാക്കി. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും 4 വീതം ആളുകളെ നൽകുകയും വികസനം, ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇന്ന് 4 വീതം ആളുകളെ കൊടുത്തു. അതിൻ്റെ ഭാഗമായി ആ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഞങ്ങൾക്ക് ലഭിച്ചു. ബാക്കി വരുന്ന ഒരാളെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിപ്പിച്ചു. അവിടെയും ഞങ്ങളുടെ ഒരാളുണ്ട്. ആ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയാതെ പോയത്. 6 പേരിൽ ഒരാൾ മത്സരിച്ചാൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഭാഗമായി മാത്രമല്ല UDFും BJPയും ഒരുപോലെയുള്ള സമീപനമാണ് ഞങ്ങൾക്ക് സ്വീകരിക്കാനുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ സ്വീകരിച്ച സമീപനം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ലഭിക്കാനുള്ള പരമാവധി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കുക എന്ന സമീപനമാണ് ഇടതുപക്ഷം എന്ന നിലയ്ക്ക് സ്വീകരിച്ചത്. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5ഉം CPMനാണ്. കഴിഞ്ഞ തവണ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDFിന് ലഭിച്ചിരുന്നു. ഇക്കുറി UDFിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല BJP ഒരു സ്ഥിരം സമിതി നേടിയെടുക്കുകയും ചെയ്തു.